ഹലോ മക്കളെ, സെക്കൻഡ് ടൈം എക്സാമിൻ്റെ സീരീസിൽ ഏറ്റവും ലാസ്റ്റ് എക്സാം ആയിരുന്നു +2 CS എക്സാം. CS എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിലെ ചില ക്വസ്റ്റ്യൻസുകൾ വളരെ പ്രയാസമേറിയതായിരുന്നു. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ സെക്കൻഡ് ടൈം എക്സാം, മോഡൽ എക്സാം, ഫൈനൽ എക്സാം എഴുതിയിട്ടുള്ള മക്കളാണ് നിങ്ങൾ +1. അപ്പോൾ അവിടെ നിങ്ങൾ നേരിട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈം എക്സാമിനും മോഡൽ എക്സാമിനും ക്വസ്റ്റ്യൻ വളരെ സിമ്പിളും ഫൈനൽ എക്സാമിനും മാത്രം ക്വസ്റ്റ്യൻ വളരെ ടഫുമായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും പറഞ്ഞൊരു കാര്യമാണ്, ഈ ഫൈനൽ എക്സാമിന് മാത്രം ഒരു രീതി, ഒരു പാറ്റേൺ, ദെൻ സെക്കൻഡ് ടൈം എക്സാമിനും മോഡൽ എക്സാമിനും മറ്റൊരു പാറ്റേൺ. അതായത് സെക്കൻഡ് ടൈം എക്സാമിനും മോഡൽ എക്സാമിനും ക്വസ്റ്റ്യൻ വളരെ സിമ്പിളും ദെൻ ഫൈനൽ എക്സാമിന് മാത്രം വളരെ ടഫും. അപ്പോൾ ആ ഒരു പരാതി പരിഹരിക്കാനായിട്ടാണ് ഈ ഫൈനൽ എക്സാമിന് മുന്നോടിയായിട്ട് തന്നെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫൈനൽ എക്സാമും ടഫാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ടൈം എക്സാം ടഫാക്കിയത്. അതായത് ഇത്രത്തോളം നിങ്ങൾ പ്രയാസമേറിയ ക്വസ്റ്റ്യൻസ് നേരിടണം. അതായത് നിങ്ങൾക്ക് ഇതുപോലെ ടഫായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ എന്താണ് ഫൈനൽ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രത്തോളം ലെവൽ നിങ്ങൾ പഠിക്കണം എന്ന് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന മോഡൽ എക്സാം എന്തായിരിക്കും? ടഫായിരിക്കും, അതിലൊരു മാറ്റമില്ല. ദെൻ ഫൈനൽ എക്സാമും കുറച്ച് പ്രയാസമേറിയതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പ്രയാസമേറിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല അതിനകത്ത് വരുന്നത്. സിലബസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷേ കോൺസെപ്റ്റ് അറിഞ്ഞ് പഠിച്ചാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങൾ ഈ പറഞ്ഞ ഒരു വാട്ട് ഈസ് ക്വസ്റ്റ്യൻസ് പഠിക്കാതെ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിച്ച് അതിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ച് ദെൻ അങ്ങനെ സെറ്റായി പോയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു കോൺസെപ്റ്റ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള എത്ര ലെവൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചുകൊണ്ട് പോവുകയാണെങ്കിലോ ആ ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ദെൻ അതിൻ്റെ കോൺസെപ്റ്റ് ബേസ് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം കോൺസെപ്റ്റ് ബേസ്ഡ് തന്നെയാണ്. അല്ല ഒരിക്കലും ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് പോയവർക്ക് വളരെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു സെക്കൻഡ് ടൈം എക്സാം. അതുകൊണ്ട് തന്നെയാണെങ്കിൽ ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പരീക്ഷണത്തിന് നിൽക്കാൻ പറ്റത്തില്ല. ഇനിയും നമുക്ക് കോൺസെപ്റ്റും ക്വസ്റ്റ്യൻസും ഉൾപ്പെടെ നമുക്ക് സെറ്റായിട്ട് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് സൈലത്തിൻ്റെ എൻഡ് ഗെയിം ബാച്ച് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതുവരെ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളാണ് എങ്കിൽ ഇപ്പോൾ സൈലത്തിൻ്റെ ഇതൊരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സൈലത്തിൻ്റെ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ NY15 കോഡ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് ലഭിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ ജോയിൻ ചെയ്ത മക്കളിൽ നിന്നാണെങ്കിൽ 5 പേരെ സെലക്ട് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു സ്മാർട്ട് വാച്ചും കിട്ടുന്നതായിരിക്കും. അപ്പം ഈ പറഞ്ഞ ഓഫർ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള 10-ാം തീയതി വരെയാണ്, ജനുവരി 10 വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫൈനൽ എക്സാം നേരിടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ടോപ്പിക്കും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകളാണ് കേട്ടോ, ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമുക്ക് സെറ്റായിട്ട് പഠിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ഫൈനൽ എക്സാം വളരെ ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എൻഡ് ഗെയിം ബാച്ചിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.